മമ്മൂട്ടി വലിയ ദേശീയക്കാരനായിരുന്നു എന്ന് മലയാള സിനിമാ രംഗത്തുള്ളവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാലം കടന്നു പോകുന്തോറും മമ്മൂട്ടിയുടെ ദേഷ്യപ്പെടുന്ന ആ സ്വഭാവത്തിലും സ്വാഭാവിക മാറ്റങ്ങൾ വന്നു. ഇന്ന് മമ്മൂട്ടിയുടെ ദേഷ്യത്തെക്കുറിച്ച് ആരും അങ്ങനെ പറയാറില്ല. പുറമേ നിന്ന് നോക്കിയാലും ഭയമാണെങ്കിലും അടുത്തറിഞ്ഞാൽ വെറും പാവമാണ് എന്ന രീതിയാണ് പല സിനിമാ പ്രവർത്തകരും ഇന്നത്തെ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ ദേഷ്യം വരുമ്പോൾ തമാശ പറയുന്ന വ്യക്തി കൂടിയാണ് മമ്മൂട്ടി എന്ന് ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കൈരളി ടിവിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. ഒരു ആരാധകന്റെ ചോദ്യം മമ്മൂട്ടിയെ ദേഷ്യം പിടിപ്പിച്ചതും അതിന് അദ്ദേഹം നൽകിയ മറുപടിയുമാണ് ശ്രീനിവാസൻ ഓർമ്മിപ്പിച്ചത്. ഒരിക്കൽ ഒരു ആരാധകൻ പുള്ളിയോട് ചോദിച്ചു, "മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങൾ സിനിമയിൽ അഭിനയിച്ച് ഇങ്ങനെ ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പണമൊക്കെ എന്താണ് ചെയ്യുന്നത്?" ഈ ചോദ്യം സ്വാഭാവികമായി ആർക്കും ഇഷ്ടപ്പെടില്ല. മമ്മൂട്ടിയെ പോലെ ഒരാൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ മമ്മൂട്ടി നൽകിയ ഉത്തരമാണ് ഏറെ ശ്രദ്ധേയമായത്. "ഈ കിട്ടുന്ന പണമൊക്കെ ഇങ്ങനെ അടുക്കി വെക്കും. ഓരോ മാസം കഴിയുമ്പോഴും അതൊരു വലിയ തുകയാവുമല്ലോ. അങ്ങനെ പഴയ കടലാസിൻ്റെ വിലയ്ക്ക് വാങ്ങാൻ വരുന്നവർക്ക് തൂക്കി നൽകും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശൊക്കെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചുപോകും" എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. അത്തരത്തിൽ ദേഷ്യം വന്നാൽ വലിയ തമാശ പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരു ദിവസം ഫോണിൽ കൂടി സംസാരിച്ചതിനെക്കുറിച്ചും മറ്റു സംസാരങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞു, "മമ്മൂട്ടി, ഞാനൊക്കെ നിന്റെ പോലെ ഗ്ലാമർ കൊണ്ട് പിടിച്ചു നിൽക്കുന്നില്ലല്ലോ. അഭിനയിക്കാനുള്ള കഴിവ് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആളല്ലേ. പിടിച്ചു നിൽക്കാൻ അഭിനയം എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടുന്നുണ്ടോ?" എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഒരിക്കൽ ഒരു പരിപാടിക്കായി ഖത്തറിൽ എത്തിയപ്പോൾ അതിൻ്റെ സംഘാടകർ വന്ന് മുറിയിൽ ഭക്ഷണം കൊണ്ടുവരാൻ പ്രയാസമാണെന്നും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിൽ പോയി. ഡോർ തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ജനസമുദ്രമാണ്. "എന്തിനാണ് ഇത്രയും ആളുകൾ?" എന്ന് ചോദിച്ചപ്പോൾ, "അതൊന്നും വിഷയമല്ല, അവർ അവിടെയൊക്കെ നിന്നുകൊള്ളും" എന്നായിരുന്നു സംഘാടകരുടെ മറുപടി. ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വിളമ്പുന്നതിനിടയിലും ആളുകൾ വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ആളുകൾ വന്ന് ഞാനും മമ്മൂട്ടി അടക്കം എല്ലാവരെയും കഴുത്തിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടുകയാണ്. "ഫോട്ടോയല്ലേ, ഒന്ന് ചിരിക്ക് ആശാനെ" എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ചിരിയും ബഹളവുമായി. സ്വാഭാവികവും മമ്മൂട്ടി പൊട്ടിത്തെറിച്ചു. "മനുഷ്യനെ ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ലേ" എന്ന് ചോദിച്ചാണ് അദ്ദേഹം കയർത്തത്. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, "അധികം ചൂടാകല്ലേ മിസ്റ്റർ, ഞങ്ങൾ ടിക്കറ്റ് എടുത്താണ് വന്നിരിക്കുന്നത്." സിനിമാ നടന്മാരോട് കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടുത്തെ സംഘാടകർ ടിക്കറ്റ് വിറ്റിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായത് അതൊരു വലിയ ചതിയായിരുന്നു. പാവങ്ങൾ വലിയ തുകയ്ക്ക് ടിക്കറ്റ് വാങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഒരു രക്ഷയുമില്ല. അങ്ങനെ അവരുടെ എല്ലായിടത്തും കയറിയിരുന്ന് ഫോട്ടോ എടുത്തു. ഈ ആരാധന എന്ന് പറയുന്നത് ഒരു നിയന്ത്രണവുമില്ലാത്ത കാര്യമാണ്. സിനിമാ ആരാധന പ്രത്യേകിച്ച് എന്നും അദ്ദേഹം പറഞ്ഞു.